നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ അഭിമാന നിമിഷം, കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്ന ഈ നിമിഷത്തിൽ പ്രധാനമന്ത്രിയെപ്പോലുള്ള ഒരാൾ ഇത്ര തരംതാണ പരാമർശങ്ങൾ നടത്തുന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. ഓക്കെ, പ്രധാനമന്ത്രിക്ക് രാഹുൽ ഗാന്ധിയുടെയോ ഇന്ത്യ മുന്നണിയിലെ നേതാക്കന്മാരുടെയോ ഉറക്കം കെടുത്താനുള്ള താല്പര്യമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പെഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യം ഒറ്റക്കെട്ടായി പാകിസ്ഥാനെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനമന്ത്രിക്ക് തിരക്ക് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ നേതാക്കന്മാരുടെ ഉറക്കം കെടുത്തലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി ക്ലിയറാണ്. ഞാൻ ധരിച്ചത് അദ്ദേഹം എന്തെങ്കിലും പാകിസ്ഥാനെതിരായിട്ടുള്ള നടപടികൾ പറയുമെന്നായിരുന്നു. പക്ഷെ അതിനു പകരം തനി രാഷ്ട്രീയം പറഞ്ഞ് ഇന്ത്യ മുന്നണിയെയും രാഹുൽ ഗാന്ധിയെയും ആക്രമിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഉറക്കം കെടുത്തും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വച്ചത്. ഇത് പ്രധാനമന്ത്രിയുടെ പദവിക്ക് ഒട്ടും യോജിച്ച കാര്യമല്ല എന്നുള്ള ആദ്യം. പിന്നെ ഉറക്കം കെടുത്തുന്ന കാര്യമാണെങ്കിൽ ഞങ്ങളെ ഉറക്കം കെടുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പ്രധാനമന്ത്രി വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച കാസ്റ്റ് സെൻസസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം ലൈൻ പ്രഖ്യാപിക്കാനും പെഹൽഗാം ആക്രമണത്തിൽ നമ്മുടെ നിരപരാധികളായിട്ടുള്ള 26 പേരെ കൊന്നൊടുക്കിയ പാകിസ്ഥാനോടുള്ള ശക്തമായിട്ടുള്ള മറുപടി ഇന്ത്യയെ കൊണ്ട് കൊടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും പ്രധാനമന്ത്രിയിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയിട്ടുള്ള നടപടി ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുണ്ടാകും. അത് ഞങ്ങൾ ഉറക്കം കെട്ടും നടത്തിക്കൊണ്ടേയിരിക്കും. പക്ഷേ അത് യഥാർത്ഥത്തിൽ ഉറക്കം കെടാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആയിരിക്കും ഈ നീക്കം. ഞാൻ ഒന്നുകൂടെ ക്ലിയറായിട്ട് പറയുകയാണ്, ഞങ്ങളെ ഉറക്കം കെടുത്തുമെന്ന് പറയുന്ന പ്രധാനമന്ത്രി മനസ്സിലാക്കേണ്ടത് വരും ദിവസങ്ങളിൽ ഞങ്ങൾ ഉറക്കമൊഴിഞ്ഞ് ഈ കാര്യങ്ങൾ ശക്തമായി ഉന്നയിച്ച് സമ്മർദ്ദം ചെലുത്തി പ്രധാനമന്ത്രിക്കാണ് ഉറക്കം നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നത്. ഈ സർക്കാരിന്റെ പാർട്ണറാണ് അദാനി എന്ന് വി എൻ വാസവൻ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞതിനെയും ഒരു മാറ്റത്തിന്റെ സന്ദേശമാണ് മോദി വ്യക്തമാക്കിയത്. അല്ല, എന്താണ് പിന്നെ ആ രീതിയിൽ നരേന്ദ്രമോദി ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. വാസവൻ എന്താ ഉദ്ദേശിച്ചത് പാർട്ണർ എന്നതിലും എനിക്കറിയില്ല. കുറച്ച് നല്ല ഭാഷ ഉപയോഗിക്കാമായിരുന്നു അതിനകത്ത്. ഇത് പങ്കുവെച്ചോടൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ പിന്നെ PPP പ്രോജക്റ്റാണ് സത്യത്തിൽ വിഴിഞ്ഞം പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അദാനിയുടെ പ്രോജക്റ്റ് തന്നെയാണ്. അപ്പോൾ അദാനി ഞങ്ങളുടെ പാർട്ണറാണെന്ന് പറഞ്ഞിട്ട് അഭിമാനം കൊള്ളേണ്ട കാര്യമില്ല കേരള സർക്കാരിൻ്റെ അക്കാര്യത്തിൽ. പിന്നെ അതും എടുത്ത് പ്രധാനമന്ത്രി ഒരു മന്ത്രിയുടെ പ്രസംഗമെടുത്ത് പ്രധാനമന്ത്രി രാഷ്ട്രീയം പറയാമെന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ മൻമോഹൻ സിംഗിൻ്റെയൊക്കെ എത്രയോ പ്രസംഗം കണ്ടതാണ്. ഒരുപാട് പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേട്ടാണ്. ഇങ്ങനെ പ്രസംഗം ഉണ്ടാവാറില്ല. എന്തായാലും ആ ട്രാൻസ്ലേറ്റർ ശരിയായ രീതിയിൽ പറയാത്തത് പ്രധാനമന്ത്രിക്ക് രക്ഷയായി. പ്രധാനമന്ത്രി പറയുന്നുണ്ടായി പിണറായി വിജയൻ ഇന്ത്യ സഖ്യത്തിൻ്റെ നെടുന്തൂണാണ്. ഈ ചടങ്ങിൽ ഈ വേദിയിൽ ശശി തരൂരുമുണ്ട്. ചിലർക്ക് പൊള്ളേണ്ടവർക്ക് പൊള്ളും എന്നുള്ളൊരു കാര്യം പറഞ്ഞു. മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരൻ കൈ കൊടുത്ത അദ്ദേഹം നേരെ കൈ കൊടുത്ത ശശി തരൂരിനാണ്. ആ നെടുന്തൂണാണെന്ന് പറഞ്ഞിട്ട് ആ നെടുന്തൂൺ ഇതിനെക്കുറിച്ചൊന്നും റിയാക്ട് ചെയ്തില്ലല്ലോ. ഇന്ത്യ മുന്നണിയെക്കുറിച്ച് ഇത്രയും മോശമായിട്ട്, അതും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന വേദിയിൽ പ്രൈം മിനിസ്റ്റർ രാഷ്ട്രീയം പറയുമ്പോൾ അവിടെ വെച്ച് തന്നെ ചുട്ട മറുപടി കൊടുക്കേണ്ടതല്ലേ? മുഖ്യമന്ത്രിയല്ലേ, മുഖ്യമന്ത്രിക്ക് മൈക്ക് എടുക്കാമല്ലോ എപ്പോൾ വേണമെങ്കിലും. അങ്ങേയറ്റം ആദരവോടുകൂടി തന്നെ പ്രധാനമന്ത്രിയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാമല്ലോ. ഈ വേദി ഇതിന് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയാമായിരുന്നല്ലോ. ഇന്ന് പ്രതിപക്ഷ നേതാവ് വേദിയിലുണ്ടായിരുന്നില്ല, BJP അധ്യക്ഷനുണ്ടായിരുന്നു. അതെ, അപ്പം ഞാനിപ്പം കണ്ടു. പിന്നെ ഈ പരിഭാഷകളെ നിശ്ചയിച്ചത് കേരള ഗവൺമെൻറ്റാണ്. പ്രസംഗകരെയും സാധാരണ പ്രൈം മിനിസ്റ്റർ പരിപാടിക്ക് പോകുമ്പം അതിന് പ്രോട്ടോക്കോൾ ഉണ്ട്, അതൊക്കെ നമുക്കും അറിയാം. ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് PMO ആണ് ഇതൊക്കെ ഫൈനലായിട്ട് ക്ലിയർ ചെയ്യുന്നത്. ആരാണ് ഇരിക്കേണ്ടതൊക്കെ തീരുമാനിക്കുന്നത് ക്ലിയർ ചെയ്യുക. സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് അവർ ചെയ്യുക. പക്ഷേ PMOൻ്റെ ക്ലിയറൻസ്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ പരിഭാഷ PMO ക്ലിയർ ചെയ്തതല്ലേ. PMO ക്ലിയർ ചെയ്യാതെ ഒരാൾക്കും പരിഭാഷ നടത്താൻ പറ്റില്ല. PMO ക്ലിയർ ചെയ്യാതെ പ്രൈം മിനിസ്റ്റർ പോലുള്ള പ്രസംഗം നടത്താനേ പറ്റില്ല. അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയ ലാപ്സാണ് PMOൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. PMO ക്ലിയർ ചെയ്യാതെയാണ് ആ തർജ്ജമ ചെയ്തിരിക്കുന്നതെങ്കിൽ
അത് വലിയ ലാപ്സാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗത്തുണ്ടായത്. രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു മുന്നോട്ട് പറയാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? പുള്ളിക്ക് സ്വന്തം സുഹൃത്തിനെ അങ്ങ് കാണുമ്പം മതിമറക്കും. ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തിനെ കാണുമ്പം മതിമറന്നു പോവും നമ്മുടെ പ്രധാനമന്ത്രി. അതാണ് സംഭവിച്ചു പോയത്, വേറൊന്നുമല്ല. അപ്പോൾ അദാനിയുടെയും മോഡിയുടെയും ഈ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ചങ്ങാത്തങ്ങളെ എതിർക്കുന്ന രാഹുൽ ഗാന്ധിയെ അദ്ദേഹത്തിന് വിമർശിക്കാതിരിക്കാനും പറ്റില്ല. കാരണം ഏറ്റവും ഉത്തമ സുഹൃത്ത് അടുത്തിരിക്കുകയല്ലേ. ഈ മോദി സർക്കാരിനെ പ്രശംസിച്ചിട്ടുള്ള തരൂരിന്റെ പ്രസ്താവനകൾ കോൺഗ്രസിനെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. അതല്ലേ നരേന്ദ്രമോദി എന്ന വേദിയിൽ സൂചിപ്പിച്ചു? നിങ്ങൾ നരേന്ദ്രമോദി ഇന്ന് സൂചിപ്പിച്ചത് എങ്ങനെ പറയാൻ പറ്റുന്നു? നരേന്ദ്രമോദി പിണറായി വിജയനും തരൂരിനും പേര് പറഞ്ഞിട്ടാണ് ഇന്ത്യ മുന്നണിക്കെതിരായിട്ട് പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെ കാണാൻ പറ്റുന്നു? അത് കാണാൻ പറ്റില്ല. ഈ ക്ഷണിച്ചതിൽ ചില പ്രശ്നങ്ങളുണ്ട് എങ്കിലും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണല്ലോ, അത് സ്ഥാപിക്കാനായി പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നില്ലേ? അങ്ങനെയല്ല, ഉമ്മൻചാണ്ടിയുടെ പ്രോജക്റ്റാണെന്ന് ഇപ്പം നിങ്ങൾ കേരളത്തിലൊരു വോട്ടെടുപ്പ് നടത്തി വയ്ക്കുമോ? 90% പേരും പറയും. ഞങ്ങളിപ്പം നോക്കി, ഇന്നലെ ഇന്നൊക്കെ പബ്ലിക് മൂഡ് നോക്കിയിട്ടുണ്ട്, കൃത്യമായി 90% പേരും പറയും ഇത് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പ്രോജക്റ്റാണെന്ന്. അതിന് പ്രതിപക്ഷ നേതാവ് അവിടെ പോയിരിക്കേണ്ട കാര്യമില്ല. പക്ഷെ പ്രതിപക്ഷ നേതാവിനെ പോലെ ആളെ വിളിക്കുമ്പം അതിന് കാണിക്കേണ്ട സാമാന്യമായ മര്യാദ പോലും കാണിക്കാതെ ആ പദവി അപമാനിക്കാൻ ശ്രമിച്ചാൽ അവിടെ പോയിരിക്കാൻ ഇങ്ങനെ പ്രതിപക്ഷ നേതാവിന് പറ്റും. പക്ഷെ ഞങ്ങൾ ബഹിഷ്കരിച്ചിട്ടില്ല. ഞങ്ങൾ MP ഉണ്ടായിരുന്നു, MLA ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാത്തൊരു ചടങ്ങിൽ MP ആ ഒരു ഇതിൽ പങ്കെടുക്കുമ്പോഴും പാർട്ടിയുടെ ഒരു പ്രാതിനിധ്യം എന്നുള്ള രീതിയിൽ പ്രതിപക്ഷ നേതാവ് വിട്ടു നിൽക്കുകയാണ്. അപ്പോൾ MP MLA അല്ലല്ല, പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയോട് കാണിച്ച അനാദരവിനെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു പ്രതിഷേധമാണ്. അത് പാർട്ടിയിൽ ആലോചിച്ചിട്ടാണ് അദ്ദേഹം തീരുമാനം എടുത്തത്. പക്ഷേ അതോടൊപ്പം തന്നെ ഇത് ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. അവിടെ ഇരിക്കുന്ന പ്രധാനമന്ത്രി അതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടിയിട്ടില്ല, മുഖ്യമന്ത്രി പിന്നെ മിണ്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നിരുന്നാലും കേരളത്തിലെ സാമാന്യ ജനങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞ 2-3 ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതികരണം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ജനങ്ങൾ അത് സ്വീകരിച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയായിട്ട് തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് പോകാതിരുന്നിട്ടും തരൂരൊക്കെ പങ്കെടുക്കണമായിരുന്നു. അല്ലാതെ MP MLA പങ്കെടുക്കുന്നില്ല. നമ്മൾ അത് പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ട് തന്നെ തീരുമാനിച്ചിട്ട് തന്നെയാണ് പങ്കെടുത്തത്, അല്ലാതെ അല്ല. പദ്ധതി നേരത്തെ നടക്കാതെ പോയത് UPA സർക്കാരിന്റെ കാലത്ത് വേണ്ടത്ര പിന്തുണ ലഭിക്കാത്തത് കൊണ്ടാണ് എന്നുള്ളൊരു വിമർശനം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ആ സമയത്ത്? ഒരിക്കലുമില്ല. ഒരു പദ്ധതി നടപ്പിലാക്കുമ്പം ആ നടപ്പിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ക്ലിയറൻസിന് വേണ്ടിയിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള നടപടികളെ ഉണ്ടായിട്ടുള്ളൂ. ആ കാലത്തും അതിനകത്തൊന്നും വരെ ഉണ്ടായിട്ടില്ല. ഈ PV അൻവർ UDF-ലേക്ക് എന്തായാലും തീരുമാനം അല്ല, അതിപ്പോൾ അതൊക്കെ അവിടെ തീരുമാനിക്കുന്ന കാര്യങ്ങൾ. ഇതിപ്പം എനിക്കറിയില്ല അതിനെക്കുറിച്ചിട്ട്. അവിടെ UDF-ന് തീരുമാനിക്കാൻ അവകാശമുണ്ടല്ലോ, അവരല്ലേ തീരുമാനിക്കുന്നു. കോൺഗ്രസ് പോലൊരു കക്ഷി കൂടി UDF-ന്റെ ഭാഗമാകുക. അല്ല, ഞാൻ അതിനെക്കുറിച്ച് അറിയില്ല സഹോദര. അത് അവിടെ തീരുമാനിക്കുക, അവരോട് പറയാം. ഈ പരിപാടിക്കിടെ BJP അധ്യക്ഷൻ ആദ്യം തന്നെ ആ സ്റ്റേജിലേക്ക് വരികയും അവിടെ മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോകളൊക്കെ പുറത്തിറങ്ങുന്നുണ്ട് ഇപ്പം. അതായത് കേരളത്തിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുമായിരുന്നു അവിടെ നടന്നത്. സത്യത്തിൽ അതിൻ്റെ ആ പരിപാടിയുടെയും അതിന് അന്തസ്സ് കെടുക്കുകയാണ് ചെയ്തത്. എല്ലാത്തിലും ഇത്രയും വലിയൊരു പ്രോഗ്രാമിനെ അന്തസ്സ് കെടുക്കുക, തുടക്കം മുതലേ അങ്ങനെ അന്തസ്സ് കെടുത്തുകയായിരുന്നു. അത് പ്രൈം മിനിസ്റ്റർ പ്രസംഗം കൂടി വന്നപ്പോൾ ക്ലിയറായിട്ടും അതൊരു രാഷ്ട്രീയ വേദിയാക്കി അദ്ദേഹം മാറ്റി.